സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ജനങ്ങളെന്ന് പറയുന്നത് യജമാനന്മാരാണ്. ജനങ്ങളിൽ നിന്ന് മാറി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഗോവിന്ദ മാഷ് വന്നതിന് ശേഷം ഏത് കത്താണെങ്കിലും ശരി, ഊമക്കത്താണോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റുകൾ പരിശോധിച്ച് അത് ശരിയാണോ ഇല്ലയോ എന്ന് നോക്കണം. നമ്മുടെ മേയറെ സംബന്ധിച്ചിടത്തോളം എതിരാളിയായി കണ്ട് നേരിടുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. കാതലായിട്ടുള്ള വിമർശനം മേയർക്കെതിരായിട്ട് ഉണ്ടായിട്ടില്ല. ചില സഖാക്കൾ ചില തുരുത്തുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ തുരുത്തുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇല്ലായ്മ ചെയ്യും. ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ഞങ്ങളിപ്പോൾ പാർട്ടി പ്രൊമോഷനെല്ലാം വരുന്നത് വർക്കിൻ്റെ ബേസിലാണ്. അത് ഇടതോ വലതോ എന്നുള്ളതല്ല പ്രശ്നം. ആരാണോ ഈ വൃത്തികേട് കാണിച്ചത് കർശനമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അപ്പോൾ പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന പാർട്ടി സെക്രട്ടറി സ്ഥാനം അത് ഉപയോഗപ്പെടുത്തി പാർട്ടിയെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വർക്കാണ് ഏറ്റവും പ്രാധാന്യം. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ വി ജോയ് MLA ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ വി ജോയ്. നമസ്കാരം. ആദ്യമേ തന്നെ കേരള കൗമുദിയുടെ അഭിനന്ദനങ്ങൾ, അതായത് വീണ്ടും താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ. വളരെ നന്ദി. ഇത് ഇപ്പം രണ്ടാമത്തെ ഊഴമാണ്. അതെ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, പ്രത്യേകിച്ചും പാർട്ടി ഭരിക്കുന്ന സാഹചര്യത്തിൽ കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ 2023 ആണ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. സഖാവ് ആനാവൂർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് വന്നതിന് ശേഷം ഒരു മാറ്റം വരുന്നതാണ്. ഒരു പ്രധാനപ്പെട്ടൊരു വെല്ലുവിളിയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അത് നന്നായിട്ട് നമുക്ക് ആ ഒരു ടൈം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. എല്ലാവരുടെയും പാർട്ടി ലീഡർഷിപ്പിൻ്റെ ആകെ ഒരു സഹായത്തോടു കൂടി ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സമ്മേളനത്തോടുകൂടി ആയപ്പോൾ ഒരു നല്ല നിലയിലേക്ക് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അതിനൊരു ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ചെയ്യാനും നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് തുടർന്നും കൊണ്ടുപോകണമെന്നുള്ള നിലയാണ് കാണുന്നത്. ഇനിയിപ്പോൾ മുന്നിൽ രണ്ട് വെല്ലുവിളികളാണുള്ളത്. ഒന്ന്, അടുത്ത വർഷം നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ 1.5 വർഷം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭയിലാണെങ്കിൽ 14-ൽ 13 ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മെജോറിറ്റി ഇടതു മുന്നണിക്ക് കിട്ടി. ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പുകൾ, അതായത് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയോ? ഞങ്ങളതിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനും 4 മുനിസിപ്പാലിറ്റികളും ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും LDFൻ്റെ അധീനതയിലാണ്. അത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. അപ്പോൾ അത് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിൽ ഏറ്റവും നന്നായിട്ട് സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് ആ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതിൻ്റെ വർക്ക് ഞങ്ങൾ ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. തുടങ്ങി കഴിഞ്ഞു. ജില്ലയിൽ പാർട്ടി ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFൽ നിന്നാണോ അതോ BJP നേതൃത്വം നൽകുന്ന NDAയിൽ നിന്നാണോ? ഇപ്പോൾ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷമായിട്ട് ജില്ല ആകെ എടുത്താൽ കോൺഗ്രസ് ആണ്. പക്ഷേ നഗരസഭ, ചില മുനിസിപ്പാലിറ്റികൾ ഇതൊക്കെ എടുക്കുമ്പോൾ BJP ആണ് ഒരു പ്രധാന എതിരാളിയായിട്ട് വരുന്നത്. പക്ഷേ ജില്ലയിലെ ആകെ പൊതുസ്ഥിതി എടുത്താൽ കോൺഗ്രസ് തന്നെയാണ്. ഇപ്പോഴും 2ാം സ്ഥാനത്തേക്ക് വരുന്നത് കോൺഗ്രസ് ആണ്. അവരുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലാണ് പൊതുവെ വരുന്നത്. എന്നാൽ പർട്ടിക്കുലറായിട്ട് ചില പ്രദേശങ്ങൾ എടുക്കുമ്പോൾ BJP നമ്മളുമായിട്ട് വരുമ്പോൾ 2ാം സ്ഥാനത്തേക്ക് ഉള്ള നല്ല മത്സരം വരാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ, കേരള തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ വേണ്ടി BJP ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അതിനെ എങ്ങനെ നേരിടാനാണ് CPM ആലോചിക്കുന്നത്? അല്ല, BJP യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ നഗരസഭാ ഭരണം വന്നതു മുതൽ, ആര്യ രാജേന്ദ്രൻ മേയറായത് മുതൽ അവരെ കോൺട്ര ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തി വരുന്നത്. എല്ലാ സ്ഥലത്തും അവരെ മോശപ്പെടുത്തുക. കാരണം അവരെ മോശപ്പെടുത്തുന്നതിലൂടെ നഗരസഭയാകെ മോശമാണെന്ന് വരുത്തുക, വരുന്ന തിരഞ്ഞെടുപ്പിൽ അതിനെ വോട്ടാക്കി മാറ്റുക എന്നൊരു തന്ത്രമാണ് അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. എന്നാൽ വളരെ വിദഗ്ധമായി അതിനെ മറികടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആര്യ മേയറായതിനു ശേഷം 3 ഉപതെരഞ്ഞെടുപ്പ് കോർപ്പറേഷനിൽ വന്നു. 2 LDFൻ്റേതാണ്, 1 BJPയുടേതാണ്. ആ BJPയുടെ കയ്യിലിരുന്ന വെള്ളാർ വാർഡ് അടക്കം ഈ 3 ഞങ്ങൾക്ക് 2 നിലനിർത്താനും
വെള്ളാർ വാർഡ് പിടിച്ചെടുക്കാനും വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ അവരെടുക്കുന്ന തന്ത്രങ്ങളെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ച് മുന്നേറാനുള്ള പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചു വരുന്നത്. തിരുവനന്തപുരം മേയറായി ആര്യ രാജേന്ദ്രനെ നിയോഗിച്ചപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ ആ രീതിയിൽ വലിയ അംഗീകാരവും ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. എന്നാൽ കാലാന്തരത്തിൽ ഇപ്പം മേയർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ ദേശീയ അംഗീകാരങ്ങളും അന്തർദേശീയ അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നുമുണ്ട്. പക്ഷേ പൊതുവെ മേയർക്ക് പക്വത കുറവാണെന്നുള്ളൊരു വിമർശനം പാർട്ടിക്കുള്ളിലും പുറത്തുമുണ്ട്. അല്ല, അത് അത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊരു 21 വയസ്സ് കഴിയുമ്പോഴാണ് മേയറായിട്ട് വരുന്നത്. ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ഒരു ദിവസത്തിൻ്റെ മുഴുവൻ സമയമെടുത്താലും പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. പിന്നെ വനിതയാണ്, ഇതിനിടയിൽ കല്യാണം കഴിച്ചു, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ, ലീഡർഷിപ്പിൻ്റെ വിലയിരുത്തൽ. പിന്നെ അവർക്കുള്ളൊരു കുഴപ്പമാണെന്തെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിന് വഴങ്ങിക്കൊടുക്കുന്ന സമീപനമല്ല. അല്ല ഇപ്പോൾ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ച് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ചിലർ മെയ്വഴക്കത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യും, നന്നായിട്ട് മെയ്വഴക്കമുണ്ടാവും. അപ്പോൾ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കും. പക്ഷേ നമ്മുടെ മേയറെ സംബന്ധിച്ചിടത്തോളം എതിരാളിയായി കണ്ട് നേരിടുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള ചില പരിഭവങ്ങളും പിണക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ അവരൊരു മേയർ എന്നുള്ള നിലയിൽ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ആരുടെയും പിറകിൽ നിൽക്കാൻ പറ്റുന്ന രൂപത്തിലല്ല, നന്നായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അല്ല വെറുതെ ഒന്നും ഒരു 10-20 അവാർഡുകൾ ഒരു നഗരസഭയ്ക്ക് ലഭിക്കില്ല. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷേ മാധ്യമങ്ങൾ ഈ പറയുന്നത് പോലെ അവരെ കോൺട്ര ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. വേണ്ടത്ര ഒരു പ്രചാരം നൽകാത്ത ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. പക്ഷേ മാധ്യമങ്ങൾ തന്നെയാണ് അവർ മേയറായപ്പോൾ ഏറ്റവും വലിയ പിന്തുണയും പ്രാധാന്യവും. അല്ല, അത് ശരിയാണ്. നല്ല ഒരു കവറേജ് ആയിരുന്നു ആ സമയത്ത് കിട്ടിയത്. പക്ഷെ അതിനുശേഷം പിന്നെ കുറച്ച് അല്ല, ഇപ്പൊ ഈ തുടക്കം കഴിഞ്ഞ് ഇപ്പൊ അത് ഏറെക്കുറെ ഇനി കുറച്ച് നാളുടെ ഇനിയുള്ള കാലാവധി. അപ്പോൾ ഇതൊരു വിലയിരുത്തേണ്ട സമയം കൂടിയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 3 വർഷക്കാലത്തെ പാർട്ടി ജില്ലാകളുടെ പ്രവർത്തനമാണ് കഴിഞ്ഞ സമ്മേളനവും വിലയിരുത്തിയത്. ഈ ബസ് തടഞ്ഞു നിർത്തി ഭർത്താവിനോടൊപ്പം, അതൊക്കെ വലിയ അതിന്റെ തെറ്റും ശരിയും ന്യായ അന്യായവും ആരുടെ ഭാഗത്താണെങ്കിലും അതൊക്കെ ഒഴിവാക്കേണ്ടതല്ലായിരുന്നു. അല്ല, അതിൽ നമ്മൾ ഈ ചില സമയത്ത് നമ്മളൊരു വികാരത്തിന് അടിമപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മളാണെങ്കിലും ചിലപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നമ്മളും ടെമ്പർ വിട്ടുപോകും. കാരണം നമ്മൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭാര്യയോട് ഒരുത്തൻ മോശമായിട്ട് പിന്നെ ആംഗ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കത് വകവെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞില്ല, ചില സമയങ്ങളിൽ അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കും. അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. പാർട്ടി സമ്മേളനങ്ങൾക്കുള്ളിൽ നടന്ന കാര്യങ്ങൾ പുറത്ത് പറയാറില്ല, എങ്കിലും മേയർക്കെതിരെ വലിയ വിമർശനം നടന്നു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. അത് തികച്ചും ഒരു അവാസ്തവകരമായിട്ടുള്ള കാര്യമാണ്. ഈ താഴെ സമ്മേളനങ്ങളിൽ എങ്ങനെ ചർച്ച വന്നു എന്നുള്ളതിനല്ല സംബന്ധിച്ച്, ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിമർശനം, ഒരു കാതലായിട്ടുള്ള വിമർശനം മേയർക്കെതിരായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെ സ്പഷ്ടമായി അറിയാവുന്നതാണ്. കാരണം റിപ്പോർട്ട് അവതരിപ്പിച്ച ഞാനാണ്, മറുപടി പറഞ്ഞത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ജില്ലയിലെ പാർട്ടിക്ക് മേയറുടെ പ്രവർത്തനത്തിൽ മതിപ്പാണ്, യാതൊരു സംശയവുമില്ല. പൂർണ്ണമായിട്ട് അവരുടെ പ്രവർത്തനത്തിൽ നല്ല മതിപ്പാണ്. പ്രാദേശിക ഘടകങ്ങളിൽ അല്ലെ ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളിൽ വന്ന ചില ചർച്ച പുറത്ത് വന്ന ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ഈ മേയറുടെ ചില പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളാണെന്നാണ്. അത് സാധാരണ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ അത് നന്നായിട്ടത് പിന്നെ ചെറിയ പ്രശ്നങ്ങളുള്ളത് പോലും നമുക്ക് പരിഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ ആ പ്രായത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ശരിയായിട്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇപ്പോൾ വർക്കല പോലൊരു സ്ഥലത്ത് ഇത് പാർട്ടിക്ക് ഒരു കുത്തകയായിരുന്ന ഒരു കാലത്ത് നിന്നും നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിച്ചാണ് താങ്കൾ MLA ആയത്. MLA എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് താങ്കൾ. അതേസമയം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയ ശേഷം പാർട്ടിക്കുള്ളിലുള്ള ചേരിതിരിവുകളെല്ലാം കൂട്ടിയോജിപ്പിക്കുകയും വേണ്ട ശുദ്ധികലശങ്ങൾ നടത്തി മുന്നേറാനും കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക്, ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിച്ചിരുന്നു. അന്നേരം അന്ന് വന്ന വിമർശനം താങ്കൾക്ക് അത് ജയിക്കാൻ താല്പര്യമില്ലെന്നാണ്.
ഇല്ലായിരുന്നു എന്നാണ്. പക്ഷെ പരാജയപ്പെട്ടത് വളരെ നേരിയ 1000 താഴെ 600 ചില്ലുവാനം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഇനിയിപ്പം വീണ്ടും പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് പോവോ ഇല്ലയോ, എന്താണത്? പാർട്ടി തീരുമാനമാണോ? നമുക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് ആറ്റിങ്ങൽ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എന്നോട് മത്സരിക്കാൻ പറയുന്നത്. പാർട്ടി അങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ജയിക്കാൻ വേണ്ടി കഴിയും. അവനാണെങ്കിൽ ഭംഗിയായിട്ട് ഏൽപ്പിക്കുന്ന ചുമതല നിർവഹിക്കും എന്നുള്ളത് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് എന്നെ ഏൽപ്പിക്കുന്നത്. പാർട്ടിക്കുള്ള വിശ്വാസമാണ് നൽകിയത്. 38,000 വോട്ടിൽ നിന്ന് 684 വോട്ടെന്ന് പറയുന്നത് ജയിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് സംഭവിച്ചതല്ല. നമുക്ക് ചില പോക്കറ്റുകളിൽ, ന്യൂനപക്ഷ വോട്ടുകളിൽ ചില പോക്കറ്റുകളിൽ വന്ന ഭീമമായിട്ടുള്ള ഒരു മറിപ്പാണ് യഥാർത്ഥത്തിൽ നമ്മൾ വീണുപോയത്. ഇല്ലെങ്കിൽ നമ്മളൊരു 10,000 വോട്ടിന് നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ വന്നിട്ടുള്ള അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ BJPക്കെതിരായിട്ടുള്ള ഒരു വലിയ വിരുദ്ധമായിട്ടുള്ള നിലപാട് കോൺഗ്രസിനെ സഹായിക്കുന്ന സമീപനം ഉണ്ടായി. അതിലാണ് ഞങ്ങളുടെ വോട്ടുകളും ആ കൂട്ടത്തിൽ മാറിപ്പോയി. ആ മാറിപ്പോയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ തോൽവി സംഭവിച്ചത്. പക്ഷേ CPMന് കിട്ടേണ്ട വോട്ടുകൾ കുറേ BJPക്കും പോയില്ലേ? ആ CPMന് കിട്ടേണ്ട കുറച്ച് വോട്ട് BJPക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതേസമയം ചില പോക്കറ്റുകളിൽ ഞങ്ങൾ തിരിച്ചും പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നോക്ക സമുദായങ്ങൾക്കിടയിൽ പാർട്ടിയുടെ ഒരു ബേസായിരുന്ന ചില സമുദായങ്ങൾക്കിടയിൽ നിന്നൊക്കെ വോട്ട് ചോർച്ചയുണ്ടായില്ല. ആ ചോർച്ചയുണ്ടായി, നിശ്ചയമായിട്ട് അത് പഠിച്ചു. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരമെന്ന് പറഞ്ഞാൽ അത് ഈ BDJSൻ്റെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ദോഷകരമായി വന്നിട്ടുണ്ട്. എന്നാൽ SNDP അങ്ങനെ ഒരു പ്രകടമായിട്ട് ഈ രംഗത്ത് നിലപാടെടുത്തില്ല. BDJS എടുത്ത നിലപാട് അവസാനം അവർ ചെയ്തത് ഞങ്ങളെല്ലാം വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. ആ മൈക്രോ ഫിനാൻസ് സംവിധാനത്തിനെ BDJS വളരെ ഭംഗിയായിട്ട് ചില പോക്കറ്റുകളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉപയോഗപ്പെടുത്തിയതും നമുക്ക് തോൽവിക്ക് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളാണത്. ആ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് ഈ നിലയിലാണ് അത് വരുത്തിയെടുത്തതെന്നുള്ളതാണ്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞങ്ങളതിന് ശേഷം 8 ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം 8 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ 8 തെരഞ്ഞെടുപ്പും 4 BJPയും 4 കോൺഗ്രസും ആയിരുന്നു. ഞങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി. എവിടെയൊക്കെയാണ് മൈക്രോ ഫിനാൻസ് യൂണിറ്റ് ഉള്ളത്, ആരൊക്കെയാണ് അതിൻ്റെ നേതാക്കന്മാർ, എന്തൊക്കെയാണ് സംഭവം, അത് നോക്കി തന്നെ ഞങ്ങൾ പണിതത്. കൃത്യമായിട്ട് ആ ജോലി ചെയ്തു. കൃത്യമായിട്ട് 8 സീറ്റും ഞങ്ങൾ പിടിക്കുകയും ചെയ്തു. അല്ല, ഈ സമുദായത്തിനിടയിലുണ്ടായ ചില അനിഷ്ടം അത് ഈ മൈക്രോ ഫിനാൻസ് മാത്രമായിരിക്കില്ലല്ലോ, പല അവഗണന അങ്ങനെയുള്ള ഘടകങ്ങളും ഇല്ലേ? ഇല്ല, അങ്ങനെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളുമായിട്ടെല്ലാം ഗവൺമെൻറ്റിന് നല്ല ബന്ധമാണ്. വിവിധ തലങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില സമിതികൾ, അതിലെല്ലാം നല്ല ഇടപെടലാണ് ഗവൺമെൻറ്റുമായിട്ട് ഇവർക്കുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു അവഗണനയുടെ പ്രശ്നം വരുന്നില്ല പ്രധാനമായിട്ട്. ഇല്ല. ഇപ്പോൾ താങ്കളൊരു കർക്കശക്കാരനായ ജില്ലാ സെക്രട്ടറി ആണോ? അത് ജില്ലാ സെക്രട്ടറി എന്ന പദം യഥാർത്ഥത്തിൽ കുറച്ചൊരു കാർക്കശ്യം കാണിക്കേണ്ട പോസ്റ്റാണ്. നമ്മൾ ഒരു അയഞ്ഞ സമീപനം സ്വീകരിച്ചാൽ അത് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ ക്രൂഡായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് പാടില്ല. പക്ഷേ എങ്കിലും നമ്മളൊരു കർശനമായിട്ടുള്ള ചില നിലപാടുകൾ, പോളിസികൾ മുറുകെ പിടിക്കണം. ആ പോളിസികളിൽ ഊന്നി നിന്നുകൊണ്ട് വേണം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ പാരിതോഷികങ്ങളുമായി സഖാക്കൾ വന്ന് കാണും. അങ്ങനെയുള്ളൊരു കീഴ്വഴക്കം ഈ പാർട്ടിയിൽ വളർന്നു വരുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്ങനെയോ എന്നെ ഒന്ന് സ്വാധീനിക്കണമെന്ന ഒരു ചെറിയ കാര്യം ഉണ്ടായി. പക്ഷെ അത് നമ്മൾ മധു മുല്ലശ്ശേരി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം BJPയിൽ ചേർന്നു. മധു മുല്ലശ്ശേരി താങ്കളെ പെർഫ്യൂമും മുന്തിയ വസ്ത്രങ്ങളും പണവും ഒക്കെ ആയിട്ട് വന്ന് കണ്ടതായി വാർത്ത ഉണ്ട്. എത്രമാത്രം ശരിയാണ്? അല്ല, അത് ആ നിലയിലുള്ളൊരു വാർത്ത ശരിയല്ല. ശരിയല്ല. പക്ഷേ ഒരു മോശപ്പെട്ടൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുള്ള ചില നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ നിലപാടുകളിൽ ഇതുമെല്ലാം ബന്ധപ്പെട്ട് വരാനാണ് താങ്കളെ വന്ന് കണ്ടിട്ടുണ്ട് സാധ്യത. അതുപോലെ ഇത് സാധനമായിട്ട് വന്നപ്പോൾ താങ്കൾ അദ്ദേഹത്തെ തിരിച്ച് പറഞ്ഞയക്കുമായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചില മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് മധു മുല്ലശ്ശേരി. വളരെ ദീർഘകാലമായിട്ട് ഈ പാർട്ടി അംഗമാണ്. പക്ഷേ അദ്ദേഹം ഈ പാർട്ടിയുടെ ഒരു അനുഭവ സമ്പത്ത് അല്ലെങ്കിൽ പാർട്ടി ക്ലാസ്
അങ്ങനെ ഇന്നിപ്പോൾ ഉണ്ടെങ്കിൽ അതിലൂടെ നേടുന്ന ആർജവും ഇതെല്ലാം ഉണ്ടായിട്ടും പുള്ളി ഞാൻ ഒരു നായരാണെന്ന് പോലും പരസ്യമായി ജാതി വിളിച്ച് പറയാൻ ഒരു എന്താ പറയുന്നത് അത് കാണിച്ചു. ജാതി വിളിച്ച് പറഞ്ഞു. അതൊരു പാർട്ടി കേഡർ അങ്ങനെ അതിലേക്ക് എങ്ങനെ എത്തി? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് അന്ന് കടകംപള്ളി പറഞ്ഞു ഞങ്ങളാണ് തെറ്റുകാർ എന്ന് പറഞ്ഞു വന്ന് ഞങ്ങൾ വേണം ശിക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈ പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനം നിലനിന്നിരുന്ന സമയത്താണ് ഇങ്ങനെ കുറേ ആളുകൾ വിവിധ സ്ഥാനങ്ങളിലേക്ക് വന്നത്. അന്ന് എങ്ങനെയും പാർട്ടി പിടിക്കുക എന്നുള്ളതായിരുന്നു ലീഡർഷിപ്പിൻ്റെ വിഭാഗീയതയുടെ ഭാഗമായിട്ട് ഏത് വിധത്തിലും പാർട്ടി കൈവശം ഒതുക്കുക, പാർട്ടിയോടൊപ്പം നിർത്തുക, അങ്ങനൊരു നിലപാടായിരുന്നു. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് വന്നു കയറിയ ഒരാളാണ് ഇയാൾ. പക്ഷെ എന്താ 1988 തൊട്ടേ പാർട്ടി ഇല്ല ഇയാൾ ഏതാണ്ടൊരു 90 കഴിഞ്ഞതിന് ശേഷം 90 കഴിഞ്ഞതിന് ശേഷമാണ് ഗൾഫിൽ നിന്ന് വരുന്നത്. പുറത്ത് ഗൾഫിലായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് വരുന്നത്. വന്നപ്പോഴാണ് ഈ വിഭാഗീയതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ കൂടെ നിന്നു. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, പിന്നീട് ഏരിയ സെക്രട്ടറി. ഇങ്ങനെ വന്ന് കടന്നുകൂടുന്നവർ ഈ പദവികളിൽ എത്തിച്ചേരുന്നത് നേതൃത്വത്തിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും പിന്തുണയും പ്രോത്സാഹനം അല്ല. വിഭാഗീയതയുടെ കാലത്ത് ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ അങ്ങനെ ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെ അന്ന് വന്നതാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സമയത്ത് വന്ന ചില ആളുകളിൽ ഇത്തരം ചില മോശപ്പെട്ട പ്രവണതകളുണ്ട്. അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ജാതി ചിന്തകളുണ്ട്, വർഗീയ ചിന്തകളുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എത്ര പാർട്ടി ക്ലാസ് കൊടുത്താലും അതൊന്നും നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. അതാണ് ഇപ്പോൾ തെളിയിച്ചത്. യഥാർത്ഥത്തിൽ കുറ്റം മധു മുല്ലശ്ശേരിയുടേതാണോ അതോ വിഭാഗീയതയുടെ ഭാഗമായി പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ച ജില്ലയിലെ അന്നത്തെ നേതാക്കളുടേതാണോ? അല്ല, നേതാക്കൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വിഭാഗീയത വരുമ്പോഴത്തേക്ക് പാർട്ടി എന്നുള്ള നിലയിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഒരു ശ്രമം നടക്കുമല്ലോ. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് വന്നയാളാണ് ഇയാൾ. അർഹതപ്പെട്ട മറ്റൊരാൾ ഏരിയ സെക്രട്ടറി ആവേണ്ടിയിരുന്നല്ലേ? തീർച്ചയായിട്ടും അയാൾ ആകേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ വന്നതാണ്. മധു മുല്ലശ്ശേരി എന്നുള്ള ഒരു വ്യക്തിയല്ല ചോദിക്കുന്നത്. ഇങ്ങനെ കടന്നു കൂടുന്ന ആൾക്കാരെ നിയന്ത്രിക്കുന്നതിനും തിരിച്ചറിയുന്നതിനും ഉള്ളൊരു സംഘടനാ സംവിധാനം ഇപ്പോൾ പാർട്ടിക്കില്ലേ? ആ സംഘടനാ സംവിധാനം പാർട്ടിക്കുണ്ട്. പക്ഷേ പലപ്പോഴും ഇതെല്ലാം ഒളിച്ചു വെക്കുകയാണ് സാധാരണ നിലയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഏരിയ കമ്മിറ്റി യോഗം, ആ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇത് പരസ്യമായി വന്നാലല്ലേ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ. പരസ്യമായി വരത്തില്ല. സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്. അപ്പോൾ പലപ്പോഴും ഇത്തരം ചില കാര്യങ്ങളെ സംബന്ധിച്ച് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും അത് കമ്മിറ്റികളിൽ പറയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ നമ്മളിത് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഗോവിന്ദ മാഷ് വന്നതിന് ശേഷം ഈ പേര് വയ്ക്കാത്ത കത്തുകൾ കിട്ടും, ഊമക്കത്തുകൾ കിട്ടും. ആ ഊമക്കത്തുകൾ നേരത്തെ അങ്ങനെ വലുതായിട്ട് പരിശോധിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ മാഷ് വന്നതിന് ശേഷം പറഞ്ഞു ഏത് കത്താണെങ്കിലും ശരി, പേരുണ്ടോ പേരില്ലേ, ഊമക്കത്താണോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകൾ പരിശോധിച്ച് അത് ശരിയാണോ ഇല്ലയോ എന്ന് നോക്കണം. അങ്ങനെ നോക്കിയത് കൊണ്ടാണ് ഇത് കിട്ടിയത്. ഇതെല്ലാം വെളിയിൽ വന്നത് നമുക്ക് അങ്ങനെ കിട്ടിയതാണ് ഈ വിവരങ്ങൾ. ശരിക്കും ഗോവിന്ദൻ മാഷ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടി പ്രതിനിധി സമ്മേളനത്തിനകത്ത് സംസാരിച്ചതായി പുറത്തു വന്ന വാർത്ത പാർട്ടി തെറ്റിതിരുത്തൽ പ്രക്രിയ നടപ്പിലാക്കുന്നതിൽ ജില്ലാ ഘടകം വിജയിച്ചില്ല എന്നാണ്. ശരിയാണോ? അങ്ങനെ തെറ്റിതിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോയി ഒരു കമ്മിറ്റിയിൽ പോയി പറയുമല്ലോ, മദ്യപിക്കാൻ പാടില്ല, പിന്നെ മോശപ്പെട്ട പ്രവർത്തനം നടത്താൻ പാടില്ല, മാഫിയ ബന്ധം പാടില്ല, അല്ലെങ്കിൽ അനധികൃതമായി കാശുണ്ടാക്കാൻ പാടില്ല. ഇതെല്ലാം തെറ്റിതിരുത്തലിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റികളിൽ പോയി അവതരിപ്പിക്കുകയാണ്. അവിടെ നിന്നാണ് പലപ്പോഴും പറയാതിരിക്കുന്ന കാര്യങ്ങൾ, എന്നാൽ ആ കമ്മിറ്റി പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, എന്നാൽ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കാം, അല്ലെങ്കിൽ ഒന്ന് നേതൃത്വത്തെ അറിയിച്ചേക്കാം എന്ന് പറഞ്ഞ് വന്നതിൻ്റെ ഈ തെറ്റിതിരുത്തലിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് ഈ വിവരങ്ങൾ. അതായത് നേരിട്ട് പാർട്ടി തിരുത്തില്ല എങ്കിൽ ഊമക്കത്ത് എഴുതിയെങ്കിലും തിരുത്തിക്കാം എന്ന് ചിലപ്പോൾ വിചാരിച്ച സഹാക്കൾ ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് നമുക്ക് വിവരം കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും പാർട്ടിക്ക് ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം, അതാണല്ലോ ഔദ്യോഗിക നേതൃത്വം, അതിനെതിരായി വരുന്ന കത്തുകളും പരിശോധിക്കുന്നുണ്ട്, കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഒരു കത്ത് കിട്ടിയാൽ ആ കത്തിനെ സംബന്ധിച്ച് കമ്മിറ്റി കൃത്യമായിട്ടൊന്ന് പരിശോധിക്കും.
അതെല്ലാം എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് അതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ട വിഷയം. ആഴത്തിലുള്ള പ്രശ്നമാണെങ്കിൽ ഒരു കമ്മീഷനെ വെക്കും, ആ കമ്മീഷനെ വെച്ച് പരിശോധിക്കും. ആ നിലയിലൊരു നല്ല ഇടപെടൽ ആ കാര്യത്തിൽ ഇപ്പോൾ നടത്തി പോകുന്നു. ഇപ്പോൾ സഖാവ് പറഞ്ഞ പോലെ അനധികൃതമായി പണം സമ്പാദിക്കരുത്, ആൾക്കാരോട് മോശമായി പെരുമാറരുത്, മദ്യപിക്കരുത്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഒരു അയഞ്ഞ സമീപനത്തിലേക്ക് പാർട്ടി പോയില്ലേ? കാരണം പാർട്ടി മെമ്പർമാർ മദ്യപിക്കാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടി നയമെങ്കിലും ആ അവസ്ഥയൊന്നും ഇപ്പോൾ പരിപാലിക്കപ്പെടുന്നുണ്ടോ? ഇല്ല, അതിൽ പിന്നെ നല്ലൊരു ശതമാനം അത് പരിപാലിക്കപ്പെടുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, അത് വാർണിംഗ് കൊടുക്കുന്നുണ്ട്, തിരുത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്ത് നിൽക്കാൻ ഒക്കില്ല. ഇപ്പോൾ പാർട്ടിയുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയാണ് SFI. അത് സ്വതന്ത്ര സംഘടനയാണെന്ന് പറയുമെങ്കിലും SFI തന്നെ വളരെ വഷളായിപ്പോയില്ലേ വലിയൊരു വിഭാഗം പ്രവർത്തകരും? അല്ല, അതുകൊണ്ട് നമ്മളെല്ലാം പഠിച്ച ഒരു കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. അന്ന് നമുക്ക് വീട്ടുകാരുടെ ഒരു പേടിയുണ്ട്, നമുക്ക് നിശ്ചയമായിട്ടും. പിന്നെ അധ്യാപകരെ പേടിയുണ്ട്, പൊതുസമൂഹത്തെ പേടിയുണ്ട്. ഇന്നിപ്പോൾ അതില്ല. അധ്യാപകരെ പേടിയില്ല, വീട്ടുകാരെ പേടിയില്ല, പൊതുസമൂഹത്തെ പേടിയില്ല. അപ്പോൾ വന്നാൽ ഒരു കൂട്ട് ചേരുക, ആ കൂട്ടിൻ്റെ ഭാഗമായിട്ട് എന്ത് വൃത്തികേടുകളും ചെയ്യുക, ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് ശരിയായ ഒരു വസ്തുതയാണ്. അത് നമ്മൾ ഇപ്പോൾ SFI ആണെങ്കിൽ അത് അനുവദിക്കുന്ന പ്രശ്നം. എന്ത് വൃത്തികേട് ചെയ്താലും പാർട്ടി സംരക്ഷിക്കും എന്നുള്ളൊരു ധാരണയോ തെറ്റിദ്ധാരണയോ അവർക്കില്ലേ? അല്ലല്ല, അത് അങ്ങനെ ഒരു നമ്മൾ കർശനമായ നിലപാട് സ്വീകരിച്ചല്ലോ. ഇപ്പോൾ ഞാൻ സെക്രട്ടറിയായി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് വന്ന ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചു. ഞാൻ ആ പാത പിന്തുടരുകയാണ്. പക്ഷേ അന്ന് താങ്കൾ സെക്രട്ടറിയായി വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിറ്റ് പിരിച്ചുവിടേണ്ടി വന്നു. അതെ, ഞാൻ പറഞ്ഞ അത് ഈ പറഞ്ഞ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇന്ന് കാണുന്ന ചില അപജയങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് കർശനമായി നേരിടുകയല്ലാതെ മാർഗ്ഗമില്ല. നമ്മളത് ഒരു പ്രാവശ്യം നടപടിയെടുത്തതുകൊണ്ടോ ഒരു പ്രാവശ്യം മീറ്റിംഗ് കൂടി അവരോട് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിയത് കൊണ്ടോ പരിഹരിക്കുന്നില്ല. വരുന്ന പുതിയ തലമുറ ഇപ്പോൾ വേറെയും പ്രശ്നമുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് ഇല്ല. എത്ര വയസ്സായാലും ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കാം. അപ്പോൾ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 20 വയസ്സ് വരെയുള്ളവരുടെ പഠനത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വന്നിരിക്കുകയാണ്. ഏജ് ലിമിറ്റ് മാറിയപ്പോൾ 30 വയസ്സായവൻ വന്ന് പഠിക്കുകയാണ്. അവൻ്റെ തിങ്കിങ്, അവൻ്റെ വിചാരങ്ങൾ, അവൻ്റെ നിലപാടുകൾ നേരെ ഘടകവിരുദ്ധമാണ്. അപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഇനിയും ശരിക്കും SFIയിലൊക്കെ പ്രായപരിധി നടപ്പിലാക്കണമെന്നുള്ളതാണോ? അല്ല, നിലവിൽ പ്രായപരിധി ഉണ്ട്. 25 വയസ്സെന്നുള്ള നിലയിലുള്ള പ്രായപരിധി. പക്ഷേ വരുന്നവരല്ലേ ഇപ്പോൾ ഇതങ്ങനെയല്ല വരുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ 32, 33 വയസ്സായ ആളുകൾക്ക് അഡ്മിഷൻ കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് കർശനമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. അത്തരം ചില കാര്യങ്ങളൊന്നും ഈ മൂവ്മെൻറ്റിനകത്ത് നിന്ന് നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന കർശനമായ നിലപാടാണ്. നേരത്തെ വിഭാഗീയതയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിലെ വിഭാഗീയത ഏറെക്കുറെ അമർച്ച ചെയ്തപ്പോൾ ജില്ലാ തൊട്ട് താഴോട്ടുള്ള പ്രാദേശിക ഘടകങ്ങളിലെ വിഭാഗീയത വലിയ രീതിയിൽ തലപൊക്കുന്ന കാഴ്ച തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇപ്പോൾ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലടക്കം കണ്ടു. പാർട്ടിയിലെ പാർട്ടിയുടെ എന്താ പറയുക, ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ താഴോട്ടുള്ള നിയന്ത്രണം കുറഞ്ഞു വരികയാണ്. ഇല്ല, അത് വിഭാഗീയത എന്ന വാക്ക് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. വിഭാഗീയത ഇല്ല. വിഭാഗീയത വരുന്നെങ്കിൽ അത് മുകളിൽ നിന്നാണ് വിഭാഗീയത വരേണ്ടത്. പക്ഷെ മുകളിൽ നിന്ന് വിഭാഗീയത ഇല്ല. എന്നാൽ ചില കമ്മിറ്റികളിൽ ചില സഖാക്കൾ ചില തുരുത്തുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ തുരുത്തുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇല്ലായ്മ ചെയ്യും. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അത്തരം തുരുത്തുകളും അത്തരം നേതാക്കളും ഇല്ലേ? അത്തരം ചില തുരുത്തുകളും നേതാക്കന്മാരും ഉണ്ട്. അത് പിന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അവരോട് തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ആളുകൾ തിരുത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവർ തിരുത്തും. ഇപ്പോൾ ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോൾ വന്ന ഒരു പ്രധാന വാർത്ത ആനാവൂർ യുഗം കഴിഞ്ഞു ജില്ലയിൽ നിന്നാണ്. എന്താണ് കഥ? അത് ശരിയല്ലെന്ന് തോന്നുന്നു. ആനാവൂർ സഖാവ് ദീർഘകാലം ഈ പാർട്ടിയെ നയിച്ച ഒരു സഖാവാണ്. ചെറിയ പ്രായത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്നയാളാണ്. അതിനുശേഷം പടിപടിയായിട്ട് ഉയർന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു. പിന്നീട് കടകംപള്ളി സഖാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറിയായി വന്നയാളാണ്. ജില്ലയിലെ പാർട്ടിയെ മെച്ചപ്പെട്ട നിലയിൽ നയിച്ച ഒരു സഖാവാണ്. പിന്നെ എന്തുകൊണ്ടാണതങ്ങനെ പറഞ്ഞതെന്നതിനെ സംബന്ധിച്ച് അറിയാൻ വയ്യ. ഒരു പക്ഷേ ഞങ്ങളുടെ ഈ പാർട്ടിയിൽ ചില പിന്നെ ഏജ് ലിമിറ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടായിരിക്കും വന്നത്. പക്ഷേ പാർട്ടിയെ നന്നായിട്ട് കൊണ്ടുപോയ ഒരു സഖാവാണ് ആനാവൂർ. ഇപ്പം തിരുത്താണ്ടത് തിരുത്തും എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടിയിൽ, തിരുവനന്തപുരത്തെ പാർട്ടിയിൽ ജാതി ഉണ്ടെന്ന് കണ്ണൂരിൽ നിന്നൊക്കെ ഉള്ള സഖാക്കൾ പറയാറുണ്ട്. ശരിയാണോ? ജാതി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല. ഞങ്ങളിപ്പോൾ പാർട്ടി പ്രൊമോഷനെല്ലാം വരുന്നത് വർക്കിൻ്റെ ബേസിലാണ്, മെരിറ്റിൻ്റെ ബേസിലാണ് പ്രൊമോഷനെല്ലാം വരുന്നത്.
അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അയാളെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയാൽ എന്തുമാത്രം പ്രവർത്തനം അയാളെ കൊണ്ട് നടത്തിക്കാൻ പറ്റും. അതാണ് മെരിറ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ജാതിപരമായിട്ടുള്ള കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നെ ഇതായിട്ട് വരുന്നത്. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് വഞ്ചിയൂരിൽ റോഡ് ഒരു ഭാഗത്ത് സ്റ്റേജ് കെട്ടിയത് കോടതിയുടെ വലിയ വിമർശനത്തിന് ഇരയായി. അത് തിരുത്താനും അതിന് പേരുള്ള നടപടികളുമായിട്ട് കോടതി മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരം വീഴ്ചകൾ ഒഴിവാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതിലെ പാർട്ടി എന്ത് നിലപാടെടുത്തു? അല്ല, അതിൽ നടപടിയൊന്നും എടുത്തിട്ടില്ല. നടപടി എടുക്കേണ്ട വിഷയമല്ലേ? അല്ല, നടപടി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. സാഹചര്യം എന്ന് പറഞ്ഞാൽ ശ്രീ രാജേഷിന് അറിയാം, ഈ നമ്മൾ സ്റ്റേജ് കെട്ടിയ സ്ഥലമെന്ന് പറയുന്നത് ആമയിഴഞ്ചാൻ തോടിൻ്റെ മുകളിൽ സ്ലാബിട്ട സ്ഥലത്താണ് ഇട്ട്. ഇപ്പം നമ്മളവിടെ പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ ഒരു 100 വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കഷ്ടിച്ചൊരു പിന്നെ കാറിനോ ഒരു ഓട്ടോറിക്ഷയ്ക്കോ പോകാനുള്ള സ്ഥലം ഒഴിച്ച് മുഴുവൻ വക്കീലന്മാരുടെയും കോടതിയിൽ വരുന്ന ആളുകളുടെയും കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു റോഡ്, മെയിൻ റോഡ് അവിടെ കിടക്കുകയാണ്. മെയിൻ റോഡിന് ഒരു തടസ്സവും വന്നിട്ടില്ല. 1. 2, ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നുള്ള റോഡ് അന്ന് ബ്ലോക്ക് ചെയ്തു. കാരണം ഇവർ പൈപ്പിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് പരസ്യപ്പെടുത്തി ബ്ലോക്ക് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ധരിച്ചു വലിയ ട്രാഫിക് വരാനായിട്ടുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്. പക്ഷേ അത് വഞ്ചിയൂരിൽ നിന്ന് ഉപ്പിടാമ്പുഴ പാലത്തിലേക്ക് പോകുന്ന ആ റോഡ് ഒരു ഭാഗത്ത് 1 വേ ആണ്. അങ്ങോട്ടൊരു 1 വേ, ഇങ്ങോട്ടൊരു വേ. അതിൽ ഇങ്ങോട്ടുള്ള ഒരു വഴിയിലാണ് അടച്ചത്. അല്ല, അത് ഈ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്താണ് അത്, ഞാൻ പറഞ്ഞില്ല, അത് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഒരു 1 വേ ആണെങ്കിലും ഒരു അത്യാവശ്യം പോകുന്ന ഒഴിച്ച് ബാക്കി മുഴുവൻ പാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ അന്ന് പാർക്കിങ് ഒഴിവാക്കിയാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റേജ് കെട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അതൊരു മനഃപൂർവ്വം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതല്ല. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ എങ്കിലും ഒരു കാരണവശാലും നമ്മൾ ഭാവിയിലെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു നിലപാടാണുള്ളത്. പാർട്ടിയിലെ ചില നേതാക്കൾക്കെങ്കിലും ഭരണത്തിൻ്റെ ഒരു ഹുങ്കുണ്ടോ? അതിൻ്റെ കൂടി ഭാഗമല്ലേ ഇത്? അത് അങ്ങനെ അതില്ല. ഭരണത്തിൻ്റേതായിട്ടുള്ള ഒരു അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതല്ല. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം മുതലെടുത്ത് ഇങ്ങനെയൊക്കെ വന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്തു പോയതാണത്. അല്ലാതെ വേറെ മറ്റൊരു അങ്ങനെ നമ്മൾ എടുക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ചില പാർട്ടി സഖാക്കൾ സ്ത്രീകളോടക്കം മോശമായിട്ട് പെരുമാറുന്നു, എടി പോടി എന്ന് വിളിക്കുന്നു, ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായതായിട്ട് കേട്ടായിരുന്നു. അങ്ങനൊരു ചർച്ച വന്നിട്ടില്ല. സ്ത്രീകളോട് പൊതുവെ നല്ല നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. മോശപ്പെട്ട പദപ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് അങ്ങനെ ഉള്ളൊരു ചർച്ച ജില്ലാ സമ്മേളനത്തിൽ വന്നില്ല. പക്ഷേ ഒരു പൊതുവായ കൺസെപ്റ്റ് അങ്ങനെയാണ്. താങ്കൾ തന്നെ ഒരു മുതിർന്ന ഏരിയ നേതാവിനെ ശാസിച്ചതായിട്ട് വാർത്ത കണ്ട്? ഇല്ല, അത് ശരിയായ ഒരു രീതിയല്ല. അതല്ല, അത് ഈ സ്വാഭാവികമായി സമ്മേളനങ്ങൾ വരുമ്പോൾ പത്രങ്ങളിൽ പൊടുപ്പും തൊങ്ങലും വെച്ചൊക്കെ എഴുതുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. അങ്ങനെ വന്ന വാർത്തയാണ്. അതിനകത്തൊരു സത്യമില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി പ്രസംഗിച്ചത് ജാതിമത ശക്തികളുടെ വളർച്ച തിരിച്ചറിയാൻ പാർട്ടി കൂടുതൽ ശ്രമിക്കണമെന്നാണ്. അതേക്കുറിച്ച് എന്ത് പറയുന്നു? അത് നമ്മളിപ്പോൾ ഈ സമീപകാലത്തല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പണ്ട് ഉണ്ടായിരുന്ന ജാതി രീതിയല്ല ഇന്നിപ്പോൾ ഉള്ളത്. പണ്ട് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവനാണ് എന്ന് പറയാനായിട്ട് ഒന്ന് അറയ്ക്കുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടവനാണെന്ന് കൃത്യമായിട്ട് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ആ നിലയിലേക്ക് വല്ലാത്ത ഒരു പിടിമുറുക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ആ സാഹചര്യം കൂടുതൽ മുതലെടുക്കാൻ BJPക്കല്ലേ സാധ്യതയുള്ളൂ? അല്ല, BJP അത് മുതലെടുക്കുന്നുണ്ട്. അത്തരം ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മുതലെടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ പാർട്ടി അത് ജാഗ്രതയോടുകൂടി ആ പ്രവർത്തനങ്ങൾ കാണണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇടപെടലിൽ കുറവുണ്ടോ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ വാർഡ് വിഭജനം അത് പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ബോധമായ ശ്രമമായിരുന്നുവെന്ന് BJP അടക്കം ആരോപിക്കുന്നുണ്ട്. CPIക്കും ചില കാര്യങ്ങളിലൊക്കെ വിയോജിപ്പുണ്ട്. എന്ത് പറയും? അല്ല, വാർഡ് വിഭജനം എന്ന് പറയുമ്പോൾ ഓരോ ജനസംഖ്യ കണക്കെടുപ്പ് കഴിയുമ്പോഴും അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വാർഡ് വിഭജിക്കണം. കഴിഞ്ഞ ജനസംഖ്യ കണക്കെടുപ്പ് നടന്നത് 2011-ലാണ്. പക്ഷെ അതിനുശേഷം നമുക്ക് വാർഡ് വിഭജനം നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ മണിയും നടത്താൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ വാർഡ് വിഭജനം നടത്തുകയാണ്. അപ്പോൾ വാർഡ് വിഭജനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഗൈഡ് ലൈൻ ഗവൺമെൻറ് പ്രഖ്യാപിക്കും. പ്രധാനപ്പെട്ട റോഡ്, വഴികൾ, അതെല്ലാം വെച്ചുകൊണ്ട് ഒരു നിശ്ചിത നമ്പർ
മാത്രമേ ഒരു വാർഡിൽ വരാവൂ എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കും. അതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള മാനദണ്ഡം. അതാണ് ആ മാനദണ്ഡം അനുസരിച്ച് വിഭജിക്കുന്നു. ബോധപൂർവ്വം പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമം ഇല്ല. ബോധപൂർവ്വം പാർട്ടിക്ക് അനുകൂലമായി മാറ്റാനാണെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മൾ അത് ആ ഒരു രീതിയിലല്ല ഗവൺമെൻറ് ചെയ്തത്. പൊതുവേ വരേണ്ട വാർഡ് വിഭജനം അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ ആ നിലയിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതിനെ സംബന്ധിച്ച് ഹിയറിംഗ് നടത്തി, അതിനെ സംബന്ധിച്ച് മറ്റ് ആക്ഷേപങ്ങൾ കേട്ട് എല്ലാമാണ് ചെയ്യുന്നത്. ജില്ലയിൽ CPIയുമായിട്ട് ആശയ ഭിന്നതയുണ്ടോ? ഇല്ല, ഒരു ഭിന്നതയുമില്ല. വളരെ ഭംഗിയായിട്ട് എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വന്നാൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ, ഞാനും CPIയുടെ ജില്ലാ സെക്രട്ടറിയും കൂടെ ഇരുന്ന് ആലോചിച്ച് അങ്ങനെ ഒരു ഏകോപനമുണ്ട്. ഇപ്പം ഈ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്ന ഏരിയ സമ്മേളനം, ലോക്കൽ കമ്മിറ്റീസ്, ലോക്കൽ സമ്മേളനം, ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം ഭരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ സജീവമായിരുന്നു. ഇപ്പോഴും ജില്ലാ സമ്മേളനത്തിൽ അത് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ചില വകുപ്പുകളുടെ മന്ത്രിമാർ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിൽ പിന്നിലാവുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്ക് സമീപിക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. ഇതേക്കുറിച്ചൊക്കെ എന്ത് പറയുന്നു? ഇപ്പോൾ തലസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ കുറച്ചുകൂടെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടിയും വരും. നമുക്ക് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിമർശനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിമർശനവും സ്വയം വിമർശനവും നടത്തുക എന്നുള്ളതാണ്. ആ വിമർശിക്കുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് വിമർശിക്കാം, നേതാക്കന്മാരെ സംബന്ധിച്ച് വിമർശിക്കാം, ഇപ്പോൾ ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിമർശിക്കാം. ആ വിമർശനത്തിലൂടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ. ആ വിമർശനം എല്ലാ തലത്തിലും നടക്കുന്നുണ്ട്. ആ വിമർശനം യഥാർത്ഥത്തിൽ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് വിമർശനം സ്വാഭാവികമായിട്ട് വിമർശനത്തിലൂടെ കറക്റ്റ് ചെയ്യേണ്ട ഒരുപാട് പോരായ്മകൾ ഈ സർക്കാരിനുണ്ടോ? അല്ല, വിമർശനത്തിലൂടെ മനസ്സിലാക്കേണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു. എന്താ പ്രധാനപ്പെട്ട കാരണം? നമുക്ക് സമയത്ത് പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പക്ഷെ അതിനുശേഷം ഞങ്ങൾ പാർട്ടി കമ്മിറ്റികൾ ഈ വിഷയം പരിശോധിച്ചു, എന്ത് ചെയ്യാൻ പറ്റും നോക്കി. ഗവൺമെൻറ്റിനോട് പാർട്ടി കമ്മിറ്റി തന്നെ സംസാരിച്ചു, എന്താണ് പ്രശ്നം, ഇതിങ്ങനെ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് ചട്ടം 300 പ്രകാരം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. അതിൻ്റെ മാറ്റമുണ്ട്. നമുക്കിപ്പോൾ ഒരു 3-4 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഒഴിച്ച് ബാക്കി പെൻഷൻ മുഴുവൻ കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു. അത് കൊടുക്കണം. അത് സാമ്പത്തിക പ്രശ്നമുണ്ടല്ലോ. കാര്യങ്ങളിൽ ഒരു വശത്ത് സാമ്പത്തിക പ്രശ്നം പറയുമ്പോൾ ദൂരത്തിൻ്റെതായിട്ടുള്ള മേഖലകൾ മറുവശത്തുണ്ട്. ഇല്ല, നമുക്ക് ദൂരത്തില്ല. വൻകിട വികസന പ്രവർത്തനങ്ങൾ കുറച്ച് നടന്നു വരുന്നുണ്ട്. അത് നേരത്തെ പണം നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. പക്ഷേ പരമാവധി ഇപ്പോൾ ആ പെൻഷൻ അടക്കം കൊടുത്തു തീർക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുക. ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ ഭരണസിരാ കേന്ദ്രത്തിൽ തന്നെ അടക്കം ഉദ്യോഗസ്ഥന്മാർ വിവിധ വകുപ്പുകളിലിരുന്ന് നല്ല ശമ്പളം പറ്റുന്ന ചെറിയ ജോലിയും വലിയ ജോലിയും ഉള്ള ആൾക്കാർ ഈ ക്ഷേമ പെൻഷൻ സ്വന്തം പേരിലാക്കി തട്ടിയെടുക്കുന്നതും ഈ ഭരണത്തിന്റെ കീഴിലല്ലേ? അല്ല, അത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഒരു വലിയ വീഴ്ചയല്ലേ? അല്ല, അത് വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഈ 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിൽ ചിലയിടത്തെല്ലാം ചിലത് നടക്കും. കാരണം ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ചില ആളുകൾക്ക് വഴിവിട്ട നിലയിൽ ഇത് നേരത്തെ തന്നെ പെൻഷനൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അത് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചതാണോ? ഗവൺമെൻറ് തന്നെ കണ്ടുപിടിച്ചതല്ലേ ഇത്രയും ആളുകൾക്ക് അനധികൃതമായിട്ട് വലിയ സമ്പത്തുള്ളവർ. നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അല്ല, പക്ഷേ എനിക്ക് ധനവകുപ്പ് കണ്ടെത്തി. അത് ധനവകുപ്പ് തന്നെയാണ് അത് കൃത്യമായിട്ട് കണ്ടെത്തി അത് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കുകയാണ് ഗവൺമെൻറ്. ഇപ്പോൾ തന്നെ 18% പലിശ അടക്കം തിരിച്ചുപിടിക്കാനും നടപടി സ്വീകരിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഇടത് സംഘടനയിൽപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരുണ്ടെങ്കിലും അത് ഇടതോ വലതോ എന്നുള്ളതല്ല പ്രശ്നം. ആരാണോ ഈ വൃത്തികേട് കാണിച്ചത് അല്ലെങ്കിൽ നെറികേട് കാണിച്ചത്, ഗവൺമെൻറ്റിനെയും നാട്ടുകാരെയും പറ്റിക്കുന്ന സമീപനം സ്വീകരിച്ചത്, കർശനമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിക്കുക. ഇപ്പോൾ രണ്ടാമത്തെ പിണറായി സർക്കാരാണ്. ആ തുടർഭരണം പാർട്ടിക്ക് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ആ തുടർഭരണം തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും തമ്മിൽ പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് കേരളത്തിൻ്റെ മാറ്റം വന്നിട്ടുള്ളത്. എല്ലാ മേഖലയിലും വന്ന മാറ്റം, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റേതായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമല്ല. സഹായം ലഭ്യമായാൽ ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങ് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വികസനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് തൊട്ടേ പറയാറുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന നേതാക്കളാണ് പലപ്പോഴും അധികാര തലപ്പത്ത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വന്നാലും CPMൻ്റെ വന്നാലും തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയാൻ ആളില്ല എന്ന് പറയും. തിരുവനന്തപുരം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വലിയ രീതിയിൽ വികസിച്ച് വരുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വികസനത്തിൽ CPMൻ്റെ റോൾ എന്താണ്? ജില്ലാ നേതൃത്വത്തിൻ്റെ റോൾ എന്താണ്? ജില്ലാ നേതൃത്വം മുൻകാലങ്ങളിലടക്കം
കൃത്യമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പം പറയാനാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം തന്നെ മെട്രോ, ആ മെട്രോയുടെ ഭാഗമായിട്ട് 1-ാം തീയതി വൈകുന്നേരം ശ്രീകാര്യം മേൽപ്പാലത്തിന് തറക്കല്ലിടുകയാണ്. അവിടുത്തെ ഭൂമി ഏറ്റെടുക്കൽ പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചു, വർക്ക് ടെൻഡർ ചെയ്തു, മറ്റ് നടപടികളിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ വികസനം ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ എടുത്തു കാണിക്കാൻ പറ്റുന്ന നിരവധി പ്രവർത്തനങ്ങൾ തുടങ്ങുകയോ അല്ലെങ്കിൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സാഹചര്യം. ഒരു മെട്രോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നഗരത്തിലെ റോഡുകളുടെ കാര്യം ഇപ്പോഴും ഇനിയും പൂർണ്ണമായി ശരിയായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നത് ഒരു മാസം കൂടി എടുക്കും. നേരത്തെ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡിസംബർ ഏതാണ്ട് ഒരു 15 വരെയുള്ള കാലഘട്ടം നമുക്ക് മനസ്സിലാക്കിയാൽ അറിയാം. 2 ദിവസം മഴ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ദിവസം വെയിലത്ത് പരിപാടികൾ ആലോചിക്കുമ്പോഴായിരിക്കും അടുത്ത ദിവസം ന്യൂനമർദ്ദം വരികയാണ്, മഴ വരികയാണ് എന്ന് പറയുന്നു. അപ്പോൾ കാലാവസ്ഥ നമുക്ക് ഡെവലപ്മെൻറ്റിന് ഒരു വലിയ ബുദ്ധിമുട്ട് വന്നു. പക്ഷേ ഇപ്പോൾ ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3-4 മാസം കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വർക്കുകളും പൂർത്തീകരിക്കും. ശരി. ഇപ്പോൾ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ മറുപടി പറയുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ചിരിച്ചുകൊണ്ട് മറുപടി പറയാം, ചിരിക്കാം, നിങ്ങൾ പറയുന്നത് കേൾക്കാം, ചിരിക്കാം. പാർട്ടിയുടെ ഈ സമീപനം, അതായത് ജനങ്ങളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ നേതാക്കന്മാർ അണികളോടുള്ള പെരുമാറ്റം, ഇതിലൊക്കെ വലിയ മാറ്റം വരുമോ, അതോ വരുത്താനുള്ള നീക്കമുണ്ടോ? അല്ല, അത് പൊതുവെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ജനങ്ങളെന്ന് പറയുന്നത് യജമാനന്മാരാണ്. അവരിൽ നിന്ന് മാറി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളിൽ നിന്ന് മാറി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. മഹാനായ ലെനിൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം പോലെയാണ് കമ്മ്യൂണിസ്റ്റുകാർ, അതിനെ പിടിച്ച് കരക്കിട്ടാൽ പിന്നെ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഉണ്ടോ, യാതൊരു സംശയവും വേണ്ട, അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ വർത്തമാനം പറയണം, വളരെ നന്നായിട്ട് ഇടപെടണം, അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. അത് ആ നിലയിൽ തന്നെയാണ് നമ്മൾ തുടർന്നും കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി. പൊതു സമൂഹത്തിലേക്ക് വരുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ അടക്കം ഉള്ളവരുമായി ബന്ധം പുലർത്തുന്ന പാർട്ടി കേഡറുകൾ, ഇപ്പം അണികളുടെ കാര്യമല്ല പറയുന്നത്, അനുഭാവികളുടെ കാര്യമല്ല പറയുന്നത്, പാർട്ടി അംഗങ്ങൾ, ഇപ്പോൾ ബ്രാഞ്ച് തൊട്ടുള്ള അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ സ്ഥലത്ത് ഇത്തരം റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കുന്നതായിട്ട് വലിയ ആരോപണമുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരം വെച്ചിട്ട് കർശനമായ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇത് പലതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും വിവരം ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് നമ്മളോട് പറഞ്ഞാൽ നമ്മളത് നോക്കും. അല്ല, കുഴപ്പമില്ല, അത് നമുക്ക് നോക്കാം, നന്നായിട്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അതിൻ്റെ എല്ലാം ഒരു ഗ്രാവിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരെ, നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ശരിയായ നിലപാടുകൾക്കൊപ്പം നിന്നു പോകണമെന്നുള്ള നിലപാട് എടുക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും, ബഹുഭൂരിപക്ഷം പേരും. ഇപ്പോൾ കോടിയേരി സഖാവ് ഉള്ള കാലത്ത് അദ്ദേഹം സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഈ ചില ഫണ്ടമെൻ്റലിസ്റ്റുകളൊക്കെ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടെന്ന്, മൗലികവാദികൾ. അത് ഇപ്പോഴും അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ? ഇല്ല, അത് നമ്മൾ കുറേശ്ശെയായിട്ട് ഞങ്ങളത് കറക്റ്റ് ചെയ്ത് വരികയാണ്. ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഉള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് പരിശോധിക്കുകയാണ് ഞങ്ങൾ. അത് ലീഡർഷിപ്പ് മുതൽ താഴെ ഞങ്ങളുടെ ബ്രാഞ്ചിൻ്റെ ചുമതല വഹിക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ളവരെ പേഴ്സണലായിട്ട് ഞങ്ങൾ ഒന്ന് വിലയിരുത്തിയാണ് കാര്യങ്ങളിപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അത് കുറച്ചുകൂടി കർക്കശമാക്കും. ഇപ്പോൾ സംഘടനാ രംഗത്തും പാർലമെൻ്ററി രംഗത്തും ഒരുപോലെ ശോഭിച്ച ഒരു നേതാവാണ് താങ്കൾ. ഇനിയിപ്പോൾ 1.5 വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. പക്ഷേ പാർട്ടി അതിനെക്കാട്ടി വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇനിയുള്ള ഒരു ഭാവി കാണുന്ന മുന്നോട്ട്? അല്ല, പാർട്ടി പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം നൽകണമെന്നുള്ള നിലപാട് തന്നെയാണ് എൻ്റെ ഇതിലുള്ളത്. രണ്ടാമത് മാത്രമേ പിന്നെ പൊതു പ്രവർത്തനം, പാർലമെൻ്ററി പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകാവൂ എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന പാർട്ടി സെക്രട്ടറി സ്ഥാനം അത് ഉപയോഗപ്പെടുത്തി പാർട്ടിയെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വർക്കാണ് ഏറ്റവും പ്രാധാന്യം. പിന്നീട് മാത്രമേ പാർലമെൻ്ററി രംഗത്തേക്ക് പ്രാധാന്യം നൽകേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ഈ ശുദ്ധികലശം, പാർട്ടിക്കുള്ളിലുള്ള ശുദ്ധികലശം അതുമായി മുന്നോട്ട് പോകും? അല്ല, അത് തീർച്ചയാണല്ലോ, അതിനകത്ത് വേറെ കാര്യമില്ല. അതിനകത്ത് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. അത് ആ നിലയിൽ തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും ആ കാര്യത്തിൽ തയ്യാറില്ല. അപ്പോൾ എല്ലാ വിജയാശംസകളും. ശരി.